അപ്പോ ചടങ്ങ് തുടങ്ങില്ല അച്ഛാ. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് സ്പീക്കറാകാൻ ശ്രമിക്കുകയാണ്. പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട. ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട. ആ പ്രകോപനത്തിലൊന്നും ഞാൻ പോയിട്ട് അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. സർ, ഒന്ന് രണ്ട് സർ, ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മുൻ മന്ത്രി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, അഹങ്കാരത്തിന് കൈയും കാലും തലയും വയറും വെച്ച ആളാണ് എന്ന് പറഞ്ഞപ്പോ ഈ ഒരു പാർലമെന്ററി മര്യാദയും കാണിക്കാതെ ഈ മന്ത്രി അവിടെ ഇരുന്ന് ചിരിച്ചു. അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അവിടെ കുത്തിയിരിക്കുന്ന ചാപ്പ രക്ഷാപ്രവർത്തനം നടത്താൻ എന്റെ അടുത്ത് വേണ്ട. പാർലമെന്ററി കാര്യമന്ത്രി അല്ല സ്പീക്കർ, അദ്ദേഹം മുൻ സ്പീക്കറാണ്. അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് സ്പീക്കറാകാൻ ശ്രമിക്കുകയാണ്. അതേ സ്പീക്കറെ കഴിഞ്ഞ ദിവസം ആരാണ് സാർ സ്പീക്കർക്കെതിരെ തിരിഞ്ഞത്? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ്. മുഴുവൻ മാധ്യമങ്ങളിലും വാർത്ത വന്നല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങ് ചെയറിലിരുന്നു കൊണ്ട്, ആ സീറ്റിലിരുന്നു കൊണ്ട് പറയുന്ന ഏത് നിർദ്ദേശങ്ങളും പ്രതിപക്ഷം ഇവിടെ സ്വീകരിക്കും. ഞങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവുമ്പോൾ സാധാരണ രീതിയിൽ പാർലമെന്ററി രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. വിരൽ ചൂണ്ടി ധിക്കാരം എന്ന് പറഞ്ഞത് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വിരൽ ചൂണ്ടി പറയും, ഇനി നോക്കി പറയും. വിരൽ ചൂണ്ടി